മക്കളെ, അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മാത്സിന്റെ ബേസിക്സിലെ പാർട്ടുകളാണ് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മാത്സ് ബേസിക് പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3ാമത്തെ പാർട്ട്. എന്താണ്? മാത്സ് ബേസിക്സിലെ പാർട്ട് 3 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ എന്താ പഠിച്ചത്? ആദ്യത്തെ പാർട്ടിൽ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പഠിച്ചു അല്ലെ, കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചു. 2ാമത്തെ പാർട്ടിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു അല്ലെ, ഗുണിക്കാൻ പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹരിക്കാനാണ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനാണ്. ഹരിക്കാൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനാണ്. ഡിവൈഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് പഠിച്ചത്? ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിവിഷൻ അല്ലെങ്കിൽ ഹരണം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കണ്ട. നമ്മൾ കഴിഞ്ഞ മൾട്ടിപ്ലിക്കേഷനിൽ പഠിച്ച ആ കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ പഠിച്ച കാര്യം എന്തായിരുന്നു? സിമ്പിൾ. ഇത് നോക്കിയോടാ, മൈനസിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ഇൻറ്റു മൈനസ് ഉത്തരം എന്താണ്? പ്ലസ് ആണ് അല്ലെ. മൈനസ് ഇൻറ്റു മൈനസ് ഉത്തരം എന്താണ്? പ്ലസ് ആണ്. പിന്നെ പഠിച്ചത് എന്താണ്? ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ എന്താണ്? ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ ഉത്തരം എന്താണ്? മൈനസ് ആണ്. ഇതല്ലേ നമ്മൾ രണ്ടും പഠിച്ചത്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം ഉണ്ട്. എന്താണ്? പ്ലസിനെ പ്ലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്? പ്ലസും പ്ലസും മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്ത് തന്നെയാണ്? പ്ലസ് തന്നെയാണ്. ഇത് 3 മാത്രം പഠിച്ചാൽ മതി. പ്ലസും പ്ലസും ആണെങ്കിൽ പ്ലസ്, മൈനസും മൈനസും ആണെങ്കിലും പ്ലസ്, ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ അത് തിരിഞ്ഞോ മറിഞ്ഞോ എങ്ങനെ വേണമെങ്കിലും വന്നോട്ടെ, ഉത്തരം എന്താണ്? മൈനസ്. ഇതാണ് നമ്മൾ പഠിച്ച മൾട്ടിപ്ലിക്കേഷനിൽ പഠിച്ച കാര്യം. എടാ, ഇത് തന്നെയാണ് ഡിവിഷൻ. ഇത് സിമ്പിൾ. ഇതേ നോക്കിയോ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ. അപ്പോൾ മൈനസിനെ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഉത്തരം പ്ലസ് കിട്ടും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയതുപോലെ മൈനസിനെ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? പ്ലസ് കിട്ടും. ഇനി അടുത്ത നോക്ക്, അതുപോലെ തന്നെ പ്ലസിനെ പ്ലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലോ, പ്ലസിനെ പ്ലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലോ, പ്ലസിനെ പ്ലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഉത്തരം എന്താണ്? പ്ലസ്. മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ പുതിയതായിട്ട് നിങ്ങൾ പഠിക്കണ്ട. ഇനി ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ എന്താണ്? ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ പ്ലസിനെ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും അല്ലെങ്കിൽ തിരിച്ച് മൈനസിനെ പ്ലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഉത്തരം എന്താണ്? ഉത്തരം എന്താണ്? മൈനസ്. എടാ, ഇത് മാത്രം പഠിച്ചാൽ മതി. ശ്രദ്ധിച്ചോ, മൈനസിനെ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പ്ലസ്, പ്ലസിനെ പ്ലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പ്ലസ്, പ്ലസിനെ മൈനസ് കൊണ്ടോ മൈനസിനെ പ്ലസ് കൊണ്ടോ ഡിവൈഡ് ചെയ്താൽ മാത്രം മൈനസ്. കേട്ടല്ലോ. ഇനി 1-2 ക്വസ്റ്റ്യൻ ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. ഇത് നോക്കിക്കോടാ. നമ്മളോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, 6 ഡിവൈഡഡ് ബൈ -2. ഇനി നമുക്ക് ഇങ്ങനെ നമ്മൾ ഒരിക്കലും എഴുതാറില്ല മിക്കപ്പോഴും. ഇത് ഇങ്ങനെ എഴുതാറില്ല. ഡിവിഷൻ ഇങ്ങനെ മാറ്റി നമ്മൾ ഇങ്ങനെ എഴുതാറുള്ളൂ. 6 ഡിവൈഡഡ് ബൈ -2. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മറ്റേ നമ്മളുടെ എന്താണ് മൈനസും പ്ലസ് ഒക്കെ വിട്ടുകളാ. ആദ്യം നമുക്ക് ആ ഡിവൈഡ് ചെയ്ത ആൻസർ എഴുതാം. 6നെ 2 കൊണ്ട് ഹരിക്കാൻ, 6നെ 2 കൊണ്ട് ഹരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം എന്താണ്? 3. 6/2. ആൻസർ എന്താണ്? 3 കിട്ടി. ഇനി ഇതിന് സൈൻ കൊടുക്കണം. സൈൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നോക്കിയടാ, 6ന്റെ സൈൻ ശ്രദ്ധിച്ചോ. 6ന്റെ സൈൻ ഇവിടെ എന്താണ്? പ്ലസ് ആണ്. 2ന്റെ സൈൻ എന്താണ്? മൈനസ്. പ്ലസിനെ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? മൈനസ്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഇത് അടുത്തത് നോക്ക്, -12 ഡിവൈഡഡ് ബൈ -3. ഉത്തരം പറഞ്ഞേ. -12 ഡിവൈഡഡ് ബൈ -3. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മൈനസ് ഒക്കെ വിട്ടുകളാ. ആദ്യം ഇതിന്റെ ആൻസർ എഴുത്. 12 ഡിവൈഡഡ് ബൈ 3. 12നെ 3 കൊണ്ട് ഹരിക്കണം. ഹരിച്ചു കഴിയുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടൂടാ? 4 കിട്ടും. ഇനി 4ന് സൈൻ കൊടുക്കണം, 4ന് ചിഹ്നം കൊടുക്കണം. ചിഹ്നം കൊടുക്കാം. എങ്ങനെയാണ്? ഇവിടെ 12ന്റെ സൈൻ എന്താണെന്ന് നോക്കിയാടാ. 12ന്റെ സൈൻ എന്താണ്? 12ന്റെ സൈൻ എന്താണ്? 12ന്റെ സൈൻ മൈനസ് ആണ്. 3യുടെ സൈനും എന്താണ്? മൈനസ്. നമ്മൾ പറഞ്ഞു മൈനസിനെ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്താണ്? ആൻസർ പ്ലസ് ആണ്. പ്ലസ് ആയതുകൊണ്ട് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്തത് നോക്കിയേ, ഒരെണ്ണം കൂടി, -15 ഡിവൈഡഡ് ബൈ 3. ഇതിന്റെ ആൻസർ എന്ത് വരും? വേഗം പറഞ്ഞേ. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടൂടാ? 5 കിട്ടും. ഇനി നമ്മൾ മൈനസ് സൈൻ കൊടുക്കുവാണ്. 15ന്റെ സൈൻ എന്താണ്? മൈനസ്. 3യുടെ സൈൻ ഒന്നുമില്ലെങ്കിൽ എന്താണ്? പ്ലസ്. മൈനസിനെ പ്ലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്താടാ? മൈനസ്.
ക്ലിയർ ആയില്ലടാ? ക്ലിയർ ആയില്ലേ? ഇനി കൂടുതൽ പറഞ്ഞ് അലമ്പാക്കണോ? വേണ്ട. അപ്പൊ നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് പഠിക്കാൻ ഒരേ ഒരു കാര്യം ഒന്ന് പഠിച്ചാൽ മതി, ഒരേ ഒരു കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. എന്താണ്? മൈനസിനെ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്താണ്? പ്ലസ്. പ്ലസിനെ പ്ലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്താണ്? പ്ലസ്. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സിമ്പിൾ. ഒരു പ്ലസിനെ ഒരു മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്താണ്? മൈനസ്. അല്ലെങ്കിൽ തിരിച്ച്, മൈനസിനെ പ്ലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും പ്ലസിനെ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ എന്താടാ? മൈനസ്. ഇത് രണ്ടും മാത്രം പഠിച്ചാൽ മതി. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? അപ്പൊ ഒരു 5 ക്വസ്റ്റ്യൻ വേഗം ഞാൻ എഴുതാം. വേഗം ആൻസർ പറഞ്ഞു, വേഗം ആൻസർ പറഞ്ഞു. ഇതേ നോക്കിയോ, -20 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? വേഗം പറ. 20 ഡിവൈഡഡ് ബൈ 4, 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 5 എന്ന ആൻസർ കിട്ടും, 5 എന്ന് കിട്ടും. 20യുടെ സൈൻ മൈനസ്, 20യുടെ സൈൻ മൈനസ്, 4ന്റെ സൈൻ പ്ലസ്, മൈനസിനെ പ്ലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ മൈനസ്. അടുത്തത് നോക്കിയേ, -30 ഡിവൈഡഡ് ബൈ -10. വേഗം ആൻസർ പറ. 30 ഡിവൈഡഡ് ബൈ 10, 30 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 3 കിട്ടി. ഇനി നമ്മൾ സൈൻ കൊടുക്കുവാണ്. 30യുടെ സൈൻ മൈനസ്, 10ന്റെ സൈനും മൈനസ്, മൈനസിനെ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ പ്ലസ്. പ്ലസ് ആണെങ്കിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അടുത്തത് -50 ഡിവൈഡഡ് ബൈ 5. സിമ്പിൾ. വേഗം ആൻസർ ചെയ്തേ. 50നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടിയടാ? 10 കിട്ടി. 10 കിട്ടി. 50യുടെ സൈൻ മൈനസ്, 5ന്റെ സൈൻ പ്ലസ്, മൈനസ് ഡിവൈഡഡ് ബൈ പ്ലസ്. ഏതെങ്കിലും ഒരെണ്ണം പ്ലസും മൈനസും ഡിഫറൻ്റ് ആണെങ്കിൽ ആൻസർ എന്ത് വരും? മൈനസ് വരും. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? വേഗം എഴുതിക്കേ. ഞാൻ ഒരു 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞു തരുവാണ്. വേഗം ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തു. വേഗം. -16 ഡിവൈഡഡ് ബൈ -4 ഇതെത്രയാണെന്ന് കമന്റ് ചെയ്യുക. ഒരെണ്ണം കൂടി, -24 ഡിവൈഡഡ് ബൈ 8 ഇതും എത്രയാണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. 2 ക്വസ്റ്റ്യൻ, 2 ആൻസറുകൾ. സിമ്പിൾ പരിപാടി. എളുപ്പമല്ലടാ? അപ്പൊ നമ്മൾ കൂട്ടാൻ, കുറയ്ക്കാൻ, ഗുണിക്കാൻ, ഹരിക്കാൻ മൈനസ് ഉപയോഗിച്ചിട്ടുള്ള പഠിച്ചു. ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് കടക്കുവാണ്. ഇതാണ് ഏറ്റവും ബേസിക്. നിങ്ങൾ ഒരു 10ലും +1ലും +2ലൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ. അത് നമ്മൾ പഠിച്ചു. ഇനി കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുവാണ്. അപ്പൊ വേഗം ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യും.